ആറ്റുകാൽ പൊങ്കാല മാലിന്യ നീക്കത്തിലെ വിവാദത്തിൽ RDO സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി മന്ത്രി വി ശിവൻകുട്ടി. മാലിന്യം നീക്കം ചെയ്യാത്ത സ്ഥലങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കാണ് പുതിയ അന്വേഷണ ചുമതല. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ മാലിന്യ നീക്കം നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ അതൊരു മനഃപൂർവ്വമായ നീക്കം ആണ് എന്ന ഒരു തരത്തിലായിരിക്കാമല്ലോ മന്ത്രി ഈ റിപ്പോർട്ട് തള്ളിയതും ജില്ലാ കളക്ടർക്ക് പുതിയ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതും. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. അതിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അധികമാകുന്നു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും കോർപ്പറേഷനും തമ്മിലുള്ള വിവാദം, അതുപോലെ തന്നെ തർക്കം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന്റെയും സർക്കാരിന്റെയും ഒരു ആരോപണം എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഈ മാലിന്യ നീക്കത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പല സ്ഥലത്തും മാലിന്യം നീക്കം ചെയ്തില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ആരോപണം അന്വേഷിക്കാനാണ് RDOയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. RDO അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ആ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വീഴ്ചയെ പറയുകയും ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സ്ഥലം സന്ദർശിക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാലിന്യം നീക്കം ചെയ്യാത്ത സ്ഥലങ്ങളെ കുറിച്ച് പരാമർശമില്ലാതെ CPM അതുപോലെ തന്നെ DYFI അടക്കം രംഗത്തിറങ്ങി ഈ സ്ഥലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്, മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറെയാണ് നിയോഗിച്ചിട്ടുള്ളത്. RDO സമർപ്പിച്ച റിപ്പോർട്ട് അത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.